മാർപ്പാപ്പയുടെ മരണം, രാജി എന്നിവ സംഭവിച്ചാൽ പുതിയ മാർപ്പാപ്പ ചുമതലയേൽക്കുന്നതുവരെ വത്തിക്കാൻ ഭരണനിർവഹണം കാമർലിങ്കോ പദവിയിലുള്ള കർദിനാളിനാണ്. സെഡെ വെക്കാന്റെ കാലഘട്ടത്തിലെ പ്രധാന ചുമതലയുള്ള വ്യക്തിയാണ് കാമർലിങ്കോ. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് സെഡെ വെക്കാന്റെ എന്ന വിശേഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. പൊന്തിഫിക്കൽ ആരാധനാക്രമ ആഘോഷങ്ങളുടെ മാസ്റ്റർ, അപ്പസ്തോലിക് ക്യാമറയിലെ പ്രിലേറ്റുകൾ, അതിന്റെ സെക്രട്ടറി, ചാൻസലർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാപ്പയുടെ മരണം ഉറപ്പാക്കേണ്ടത് കാമർലിങ്കോ ആണ്. കൂടാതെ പാപ്പ തന്റെ സ്ഥാനാരോഹണ ദിവ്യബലിയിൽ ആദ്യമായി ധരിക്കുന്ന വലിയ മുക്കുവന്റെ മോതിരം പാപ്പയുടെ മരണശേഷം കാമർലിങ്കോ തകർക്കേണ്ടതുണ്ട്. ഇത് മരണപ്പെട്ട പാപ്പയുടെ പേപ്പൽ മുദ്ര അസാധുവാക്കുന്നു. പാപ്പയുടെ പഠനമുറിയും കിടപ്പുമുറിയും മുദ്രവെക്കേണ്ടതും കാമർലിങ്കോ ആണ്. മാർപ്പാപ്പയുടെ മൃതസംസ്കാരം കഴിയുന്നതുവരെ ആർക്കും പേപ്പൽ അപ്പാർട്ട്മെന്റുകളിൽ പ്രവേശിക്കാൻ അവകാശമില്ല. ഈ നടപടിക്രമങ്ങൾക്ക് ശേഷം കാമർലിങ്കോ റോം രൂപതയുടെ കർദിനാൾ വികാരിയെ മാർപ്പാപ്പയുടെ മരണവാർത്ത അറിയിക്കും. തുടർന്ന് വികാരി ഒരു പ്രത്യേക അറിയിപ്പ് വഴി റോമിലെ ജനങ്ങളെ അറിയിക്കണം. കാമർലിങ്കോ മാർപ്പാപ്പയുടെ മരണവാർത്ത സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മൗറോ ഗാംബറ്റയെയും അറിയിക്കണം. തുടർന്ന് കാമർലിങ്കോ വത്തിക്കാനിലെ അപ്പസ്തോലിക് വസതിയുടെയും ലാറ്ററൻ കാസൽ ഗണ്ടോൾഫോ വസതികളുടെയും ചുമതല ഏറ്റെടുക്കണം. കർദിനാൾ കോളേജിലെ അംഗങ്ങളുമായി ചർച്ച ചെയ്തതിനു ശേഷം പാപ്പയുടെ മൃതസംസ്കാരത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യേണ്ടതും കാമർലിങ്കോയുടെ കടമയാണ്. വൈസ് പോപ്പ് പദവി ഇല്ലാത്തതിനാൽ കാമർലിങ്കോ പേപ്പൽ അധികാരം ഏറ്റെടുക്കുന്നില്ല. പകരം 3 കർദിനാൾമാരുടെ സഹായത്തോടെ കാർഡിനൽ കോളേജുമായി ഉടനീളം ബന്ധം നിലനിർത്തിക്കൊണ്ട് കാമർലിങ്കോ ഭരണ ചുമതല കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നിലവിലെ കാമർലിങ്കോ ഐറിഷ് വംശജനായ കർദിനാൾ കെവിൻ ഫാരലാണ്. നിലവിൽ അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റാണ് കർദിനാൾ കെവിൻ ഫാരൽ. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.